രാജ്യത്ത് BJP എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് ബിന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ എല്ലാ മാലിന്യങ്ങളും നിക്ഷേപിക്കാവുന്ന ഒരു ഒന്നാന്തരം വേസ്റ്റ് ബിൻ. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളും ഇന്ന് വളരെ ആശങ്കയിലാണ്. BJPയുടെ ചാക്കിട്ട് പിടുത്തത്തിൽ ഭരണം അട്ടിമറിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം പേരും ആശങ്കയിലാണ്. ഈ ആശങ്കയ്ക്ക് ഉത്തരവാദി BJP മാത്രമല്ല, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കളും ഇതിന് ഉത്തരവാദികളാണ്. പ്രതിപക്ഷങ്ങൾക്ക് രാജ്യത്തോട് ഒരു പ്രതിബദ്ധതയില്ല. അവരെല്ലാം ഓരോരോ പോക്കറ്റ് സംഘടനകളുടെ നേതാക്കന്മാരാണ്. അവരുടെ സ്വാർത്ഥതയാണ് BJP ഇന്ന് എന്തും നടത്തുവാനുള്ള സ്വാതന്ത്ര്യം കാണിക്കുന്നത്. ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയം. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കൾക്ക്, പ്രതിപക്ഷ പാർട്ടികൾക്ക് ജനങ്ങളോട് എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ BJPയുടെ തെമ്മാടിത്തരത്തിന് കൂട്ടുനിൽക്കുമോ? പ്രത്യേകിച്ച് മുത്തശ്ശി പാർട്ടിയായ കോൺഗ്രസ് BJPയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയായി മാറി. പകൽ കതറും രാത്രി കാവിയും ഇടുന്ന നേതാക്കന്മാരാണ് കോൺഗ്രസിനുള്ളിലുള്ളത്. തമ്മിലടിക്കുന്ന രാഷ്ട്രീയം, വെറുപ്പിക്കലിൻ്റെ രാഷ്ട്രീയം, ഇതെല്ലാം വർദ്ധിച്ചു വരുമ്പോൾ മറ്റെല്ലാം മറന്ന് ഒന്നിച്ചു നിൽക്കേണ്ട പ്രതിപക്ഷ കക്ഷികൾ ഇന്ന് അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് മാറി. BJPയേക്കാൾ തങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന രീതിയിൽ പ്രതിപക്ഷം മാറണം. 30% വോട്ട് കൊണ്ട് മാത്രമാണ് BJP കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്നത്. ബാക്കി വോട്ടുകൾ ഛിന്ന ഭിന്നമായിപ്പോയി. 4 പേർ ഒന്നിച്ചു നിൽക്കേണ്ടിടത്ത് 40% വോട്ട് 4ആയിട്ട് പോകുമ്പോൾ 30% ഒന്നിച്ച് കിട്ടിയ ഒരു വലിയ കക്ഷിയായി മാറി BJP. അത് തന്നെയാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത്. ഇന്ന് ഏത് രാഷ്ട്രീയ മാലിന്യത്തെയും സ്വീകരിക്കാൻ വേസ്റ്റ് ബിൻ വെച്ച് കൊടുക്കാൻ BJPക്ക് യാതൊരു മടിയുമില്ല. ഏത് വെറുക്കപ്പെട്ട രാഷ്ട്രീയക്കാരനെയും അവരെടുക്കും. വെറുപ്പിൻ്റെ മാത്രമല്ല, എല്ലാ രീതിയിലും രാഷ്ട്രീയത്തെ മലീമസമാക്കിയത് BJP വന്നതിന് ശേഷമാണ്. ഒരു ഭരണകൂടം എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാം എന്ന് പഠിപ്പിച്ചത് BJPയാണ്. ഏറ്റവും ഒടുവിൽ ബീഹാറിൽ നടന്നത് ജനാധിപത്യം ലജ്ജിച്ചില്ലേ? ഭാരതം തലകുനിച്ചില്ലേ? BJP അഭയം കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് നിതീഷിനെ പോലെയുള്ള മാലിന്യം BJPയിൽ അടിഞ്ഞുകൂടിയത്. ഭരണം പിടിക്കാൻ ചാക്കുമായിട്ടല്ല നടക്കേണ്ടത്. ജനങ്ങളുടെ സമ്മതിദാനാവകാശം നേടി വേണം അധികാരത്തിൽ വരാൻ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ MP-മാരും MLA-മാരുമായുള്ള 200ഓളം പേരാണ് കോൺഗ്രസിൽ നിന്നും BJPയിലെത്തിയത്. അല്ല BJP ചാക്കിട്ട് പിടിച്ചത്. ഇത്രയും അധപ്പതിക്കരുത്. നാളത്തെ തലമുറയ്ക്കും നാളത്തെ ഭാരതത്തിനും BJP എന്ത് സംഭാവനയാണ് നൽകിയിരിക്കുന്നതെന്ന് വളരെ ഭയത്തോടെ അല്ലാതെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കില്ല. താൽക്കാലിക അധികാരത്തിന് വേണ്ടി BJP ചെയ്യുന്ന ഈ പ്രവണതകൾ ഇന്ത്യൻ തലമുറയ്ക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത്?